Hey guys, welcome back to the video. So, this section of cover your GitHub profile and customize because aesthetically pleasing you. But suppose you have activity or GitHub profile and customize. But actually, first step is just a profile and the but you GitHub profile first banner in just in the basic details. Aesthetically, the account add പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ടൂൾസ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രാഫ് കോൺട്രിബ്യൂഷൻ ഗ്രാഫ് അങ്ങനെ പല സംഭവങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് പോയിട്ട് ആൻഡ് ഒരു കാര്യം മേക്ക് ഷുവർ എന്ന് വെച്ചാൽ നിങ്ങൾ സാധാരണ റെപ്പോസിറ്ററി ഉണ്ടാക്കി ഇഷ്ടമുള്ള പേരിടാൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രൊഫൈലിന് വേണ്ടി ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിം തന്നെ വേണം അതിൻ്റെ പേരിടാൻ. ഇപ്പം എൻ്റെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ Achyuth 2 വൈസ് ആണ്. അപ്പോൾ ഞാൻ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കും, എൻ്റെ റീഡ്മിക്ക് വേണ്ടി ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ സെയിം പ്രൊഫൈൽ നെയിം വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ആഡംസി എന്ന് പറഞ്ഞിട്ട് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കി. ഞാൻ ഓൾറെഡി റെപ്പോസിറ്ററി ഉണ്ടാക്കിയാണ് ഇപ്പോൾ പുതിയ ഉണ്ടാക്കുന്നില്ല. ആഡംസി എന്ന റെപ്പോസിറ്ററി ഉണ്ടാക്കി ഫസ്റ്റ് നെയിം. എന്നിട്ട് നിങ്ങൾ ആഡംസി എന്ന റെപ്പോസിറ്ററി പോയിട്ട് ഓക്കെ, ഞാൻ ആഡംസി എന്ന റെപ്പോസിറ്ററി ഉണ്ടാക്കി. റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ readme.md എന്ന് പറഞ്ഞ ഫയൽ ആയിരിക്കണം. അപ്പൊ readme.md എന്ന് പറഞ്ഞാൽ MD എന്ന് വെച്ചാൽ മാർക്ക് ഡൗൺ ലാംഗ്വേജ് ആണ്. അത് ആ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി .txt പോലത്തെ ഒരു എക്സ്റ്റൻഷൻ, ഒരു ഫയൽ എക്സ്റ്റൻഷൻ ആണ് .md. ഓക്കെ, അപ്പോൾ ഞാൻ readme.md എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് സിമ്പിൾ ലാംഗ്വേജ്. ഇതിൽ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ! ഇമേജ് ലിങ്ക് ഇട്ടു. പിന്നെ എനിക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടു 2 ഹാഷ്ടാഗ് ഇട്ടിട്ട് അത് എഴുതി. അപ്പോൾ 2 ഹാഷ്ടാഗ് ഇട്ടെന്ന് പറ്റുന്നത് വെച്ചാൽ അത് ബോൾഡായിട്ട് അത്യാവശ്യം വലുതായിട്ടിരിക്കും. നമ്മൾ HTML H1 H2 ടാഗ് ഉപയോഗിക്കുന്നതിന് ഇതിൻ്റെ അകത്ത് കുറേ ടാഗ്സ് ഉണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് 2 ഡാഷ് ഇട്ടിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എഴുതി. പിന്നെ എനിക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജ് ഇമേജ് ടാഗ് ഇട്ട് ഇമേജ് ഇടാം. അങ്ങനെ ഓൾമോസ്റ്റ് HTML ഒരു സെയിം ടൈപ്പ് തന്നെയാണ് ഈ readme ടെംപ്ലേറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫുള്ളി ആയിട്ട് ഒരു പുതിയ readme ഫയൽ ഉണ്ടാക്കി എഴുതുക, അതായത് ഈ readme ഫയലിൻ്റെ MD ലാംഗ്വേജ് പഠിച്ച സിമ്പിൾസ് ഉണ്ടാക്കാം. സെക്കൻഡ് വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക readme പ്രൊഫൈൽ ടെംപ്ലേറ്റ്സ് ഫോർ GitHub ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ വരും. ഇപ്പം ഞാൻ 4ാമത്തെ ഈ സംഭവം എടുക്കുകയാണെങ്കിൽ ഇതിൽ കണ്ടോണം കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്, വേറെ ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന .md കുറേ ഫയൽസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ റാൻഡമായിട്ട് അവിടെ എടുക്കുകയാണെങ്കിൽ എനിക്കുണ്ടോ ഇവൻ്റെ readme ഫയൽ ഫുള്ള് കാണാൻ പറ്റും. ഈ readme ഫയൽ ജസ്റ്റ് ഞാൻ എഡിറ്റ് ഞെക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ കോഡ് ഫുള്ള് കിട്ടും. കണ്ടു, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിലെ പേര് മാറ്റി നമ്മുടെ ഡീറ്റെയിൽസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ GitHub റെപ്പോസിറ്ററിയിൽ നമ്മുടെ GitHub റെപ്പോ എടുക്കുകയാണെങ്കിലും ഈ സെയിം ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ ഈ റെപ്പോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വേറെ കുറേ കിട്ടും. അതിൽ .md നോക്കാം. ഞാൻ കണ്ടു, ഇത് ഭയങ്കര അത്യാവശ്യം നൈസ് യൂസിങ് ഫുള്ള് പാക്കേജ്, ഒരു അത്യാവശ്യം ടെക്നിക്കൽ രീതിയിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ഗിഫി ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഫുള്ളി കസ്റ്റമൈസബിൾ ആണ് GitHub റെപ്പോസിറ്ററിയിൽ നമ്മുടെ GitHub പ്രൊഫൈൽ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സെയിം നെയിമുള്ള റെപ്പോസിറ്ററി ഉണ്ടാക്കുക. എൻ്റെ ഇപ്പോൾ ആഡംസി ആണെങ്കിൽ ആഡംസി പേരുള്ളതിന് ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കുക. എന്നിട്ട് ആ റെപ്പോസിറ്ററിയിൽ readme.md എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്സ് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് റെഫറൻസിന് വേണമെങ്കിൽ എൻ്റെ GitHub പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം കോഡ് തന്നെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വേറെ ഫീച്ചേഴ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. GIFസും പിന്നെ എന്താ പറയുക ഇമേജസ് ആഡ് ചെയ്യാം, ബാനേഴ്സ്, ടെക്സ്റ്റ്, പിന്നെ കുറേ ആനിമേഷൻസ് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഗിഫി വെച്ച് ചെയ്യാൻ പറ്റും. സോ പിന്നെ ലിങ്ക്സ് ഇടാൻ പറ്റും, സോഷ്യൽ മീഡിയ ലിങ്ക്സ്, പിന്നെ പേജ് വ്യൂ, അങ്ങനെ പല ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. അത്യാവശ്യം നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നിൽക്കും ഈ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത്. ഒരു ആക്ടിവിറ്റി ഉള്ളൊരു GitHub പ്രൊഫൈലാണെന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുക. സോ ഹേ എവരിവൺ, നമ്മൾ അങ്ങനെ ഇന്ന് ലാസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് എത്തി. അതായത് നമ്മുടെ GitHub ട്യൂട്ടോറിയലിന്റെ ലാസ്റ്റത്തെ ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് GitHub പേജസ് ആണ്. അപ്പോൾ ബേസിക്കലി GitHub പേജസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ, അതായത് ആ വെബ്സൈറ്റ് പ്രോജക്റ്റിന്റെ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് GitHub തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഈ പറയുന്ന GitHub പേജസ്. അതായത് GitHub സെർവറിൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡ്, അതായത് നമ്മുടെ വെബ്സൈറ്റ് പ്രോജക്റ്റിന്റെ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു HTML CSS JS ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ ഡിപ്ലോയ് ചെയ്താൽ മതി, നമുക്ക് എന്നിട്ട് ഹോസ്റ്റ് ചെയ്യാം. സെയിം ഇപ്പോൾ റിയാക്ട് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഈ കാണിക്കുന്ന മെത്തേഡ് പറ്റില്ല, അതിന് കുറച്ച് സെറ്റിങ്സ് നമ്മൾ മാറ്റണം. സോ ഓക്കെ, ഞാനിപ്പോൾ അത് പേജസ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രൊജക്റ്റ്, അതൊരു ടെംപ്ലേറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് വെറുതെ. ഇതാണ് ആ പ്രൊജക്റ്റ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. അതായത് index.html ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ് ലോഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഇപ്പം എൻ്റെ ലോക്കൽ മെഷീനിലാണ് ഈ വെബ്സൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വെബ്സൈറ്റിനെ ഞാൻ GitHub സെർവറിൽ പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ അതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ വന്നു, എന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ കോപ്പി ചെയ്തു. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രൊജക്റ്റിനെ നോർമലായിട്ട് ഞാൻ പുഷ് ചെയ്യണം. അതായത് GitHubൽ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് നോർമലായിട്ട് എനിക്ക് അതിനകത്തേക്ക് പുഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഇവിടെ ഡി ഡ്രൈവിലേക്ക് വന്നു. ഡി ഡ്രൈവിലാണ് എൻ്റെ പ്രൊജക്റ്റ് നടക്കുന്നത്. എന്നിട്ട് CD സ്പേസ് ഇട്ടു, ആ ലൊക്കേഷൻ കോപ്പി ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറിയിലേക്ക് കയറി. ഇപ്പം ഞാൻ ഉള്ളത് എൻ്റെ പ്രൊജക്റ്റിൻ്റെ അകത്താണ്. സോ അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് റെപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ GitHubൽ പോയിട്ട് ഓക്കെ, എന്നിട്ടൊരു ന്യൂ റെപ്പോസിറ്ററി TinkerHub MEC പേജസ് ഇങ്ങനെ നെയിം കൊടുത്തു, സേവ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പേജസ്, ഈ ഒരു റെപ്പോസിറ്ററി നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ലിങ്കിനെ കോപ്പി ചെയ്ത് വെച്ചേക്കാം. ഇവിടെ വന്നു, ഗിറ്റ് വെച്ചിട്ട് ആദ്യം ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ സ്പേസ്, ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ലോക്കൽ പ്രൊജക്റ്റിനെ GitHubൽ കിടക്കുന്ന റെപ്പോസിറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നോർമലായിട്ട് ആഡ് ചെയ്യണം. ഗിറ്റ് ആഡ് സ്പേസ് -- ഓൾ ഗിറ്റ് കമ്മിറ്റ് സ്പേസ് -m ഇനീഷ്യൽ കമ്മിറ്റ്. ഓക്കെ, എല്ലാം കമ്മിറ്റായി. പിന്നെ ഗിറ്റ് പുഷ് മാസ്റ്റർ. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ പുഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ GitHub ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഡൺ. ഇവിടെ പ്രൊജക്റ്റ് എത്തി. അതായത് നോർമലായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് GitHubന്റെ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇപ്പോൾ നമ്മുടെ കോഡ് ഇവിടെ എത്തി. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് ഇവിടെ ഈ ടാബിലത്തെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതെടുക്കണം. എന്നിട്ട് ഇവിടെ പോയിട്ട് ഈ സോഴ്സിൻ്റെ അവിടെ നൺ എന്നുള്ളത് നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് മാറ്റി കൊടുക്കണം. ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് /root വന്നോളും. ഇനി വന്നിട്ടില്ലെങ്കിൽ, ഇൻ കേസ് ഡോഗ്സ് ആണ് വന്നതെങ്കിൽ നിങ്ങൾ റൂട്ടിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അല്ല, വരില്ല, മോസ്റ്റ്ലി ഇത് റൂട്ട് തന്നെ വരുള്ളൂ. എന്നിട്ടിത് സേവ് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞു. ഇനി വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു ലിങ്കിൽ കിട്ടും നമ്മുടെ സൈറ്റ്. അത് ലോഡാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ചു, വേറെ ടാബിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൈറ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ കളറിലൊരു ടിക്ക് വീഴും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? വിച്ച് മീൻസ് ഈ സൈറ്റ് ഇപ്പോൾ പബ്ലിഷ്ഡ് ആയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സൈറ്റ് ഇപ്പോൾ ഇവിടെ ലൈവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ GitHubലൊരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഡൊമൈനിലാണ് നമ്മുടെ ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത് അല്ലേ? നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ഡൊമൈൻ ചൂസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ പോയിട്ട് നമുക്ക് പുതിയൊരു ഡൊമൈൻ നെയിം ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ DNS ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഗോഡാഡിയോ അങ്ങനെ വല്ലതും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റെക്കോർഡ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവിടെ നിന്ന് പിക്ക് ചെയ്ത ഡൊമൈൻ നെയിം നമുക്ക് ഇവിടെ വന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഗിറ്റബിലൊരു റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ റെപ്പോസിറ്ററിയുടെ ഫ്രണ്ട് എൻഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ റിയാക്ട് പോലത്തെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. അതിനകത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ആ സെറ്റിങ്സിൽ പോയിട്ട് അതിനകത്ത് മോഡ് മാറ്റണം. റിയാക്ടിന്റെ മോഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമൽ ഒരു HTML CSS JS യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നൗ യു ആർ ഡൺ വിത്ത് അവർ GitHub ചലഞ്ച്. ഓക്കെ, സോ എനിക്ക് നിങ്ങളെ വെച്ചൊരു ടാസ്ക് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ചെറിയ ടാസ്ക് തരാൻ പോവാ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു GitHub അക്കൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇവിടെ എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും ഇൻട്രസ്റ്റും ഒക്കെ ഫുൾ താഴത്തേക്ക് ഇങ്ങനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരി ബേസിക്കലി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പോസിറ്ററീസിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ യൂസർ നെയിം വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഇങ്ങനത്തെ ഒരു പേജ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ യൂസർ നെയിമിന് സിമിലർ ആയിട്ട് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ അച്യുത് മോഹൻ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ ഒരു ഗിറ്റബിൽ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് readme.md എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കണ്ടന്റുകൾ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും അത് HTML ആണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് H1 ടാഗും H2 ടാഗും അങ്ങനത്തെ പാരഗ്രാഫ് ടാഗും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒരു പേജ് ലോഡ് ആകുമ്പോൾ, അതായത് github.com/ നിങ്ങളുടെ യൂസർ നെയിം അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഈ പേജ് തന്നെ ലോഡായി കിട്ടും. സോ ഇതുപോലെ നിങ്ങൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ പേരിലൊരു റീഡ്മി ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. Okay, so thank you all for being a part of this amazing journey with us, the Minnal GitHub Challenge journey. Along this journey, you had learned a lot of new stuff, a lot of basics about how GitHub works, GitHub എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, GitHub എങ്ങനെ തുടങ്ങണം, and a lot of from scratch concepts. We walked you through it with the help of your amazing mentors, Adam, Hisham, and Achyuth. So you might be probably wondering, okay, what am I doing here? This is a new phase, so what am I doing here and who am I? So I'll tell you. My name is Sony Thomas and I'm also a second year CS student in Modern Engineering College. I studied alongside your mentors Adam, Achyuth and Hisham. So yeah, you might have probably figured this out for yourself. Yeah, the series is coming to its end, and of course a lot of you out there might be thinking, your GitHub Minnal Challenge series has come to its end, or it's nearing its end, and I won't be able to see the pretty faces of the mentors anymore. Okay, so you don't have to worry about that. Jokes aside, you don't have to actually worry about that. I'm going to take your mind off of it. I'll take your mind off of it. I have something amazing to show you guys. So you guys might have probably seen a few GitHub profiles which are customized, may I say, to look rather stunning. Okay, it looks wonderful, amazing, and it's just a pleasure to be looking at it. Okay, so you must have wondered to yourself, how can I create a profile like this? Okay, to be honest, even I don't have a profile like that. I'm also trying to learn. So I'll be doing this along with you, as in I'll be doing this task along with you, not in video right now, but you might also see my profile along the task submissions. So stay tuned for that. Okay, so let's see. I'll show you a few GitHub profiles. That is, I'll show you some of the GitHub profiles of the mentors that you had encountered while during the course of this video, this GitHub Minnal Challenge series. So let's start with the first one. Okay. So let's start with Achyuth's GitHub profile. Okay, so there's a lot of stuff there's a lot of things going on over here. Hey there, I'm Achyuth Mohan. There's a title, and then there are a lot of trophies that he's earned. Wow, he's a genius, isn't he? Okay, so then we have his credentials, we have his profiles, we have his socials, and damn, he's learned a lot of languages. Okay, so that is Achyuth's profile, and let's move on to Adam's profile. Let's see how his profile looks like. Okay, so look at this. This is amazing, isn't it? Profiles like this. I'll show you one more. I know you want to see one more. Okay, I'll show you one more. Okay.
This is Anu Chechi's. This is Anu Chechi's profile. Damn, that looks good, doesn't it? Okay. So you also might be thinking to yourself, how can I do a profile on that? So it's simple. The only thing that you have to do is, for example, here let's move on to Achyuth profile. So here in Achyuth profile, his name is Achyuth Mohan. His username is Achyuth Mohan, right? You see it over here. Okay, so in order to create your own customized profile, you need a special repository. And how do you create this repository, if you ask? The repository ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഒരു പുതിയ repository ഉണ്ടാക്കുക. Okay, so I'll start with mine. I'm also starting. I told you, right? So I'm also starting. So let's go over here. And we'll start a new repository. Okay, my username is ST Sony Thomas. Just in case if any one of you was planning on following me. Okay, so this is going to be how I'm going to create that special repository. Okay, so see, they've told us that they found us that we have found a secret. Okay, so let's read that out. ST Sony Thomas is a special repository that you can use to create a README file to your GitHub profile. So yeah, that is exactly how you're going to start your own profiles. So what do you have to do? I'll walk you through it one more time. So for example, if my username is ST Sony Thomas, and in order to create my own profile page, as in a customized profile page, all you have to do is go to GitHub, create a new repository, and name it your username. So in my case, it's going to be ST Sony Thomas. Okay, then I go down and I add a README file because I need a README file. If I don't have a README file, I won't be able to create my profile. I'll show you why in a little bit. Okay, so yeah, let's create the repository. 1 second. Yep, let's create the repository. It'll take a few seconds. My net's a bit slow. Okay, so this is how it's going to be. So they've already initialized a bit of stuff over there for me. They've put a hi there, and all I have to do is customize this README profile. And how do I customize this? Use your basic HTML CSS that Achyuth taught you. If you had entered a previous lecture or a previous session taken by Achyuth on basics of front-end development using HTML and CSS, then you might know how to create a basic setup of how to create your own profile. So that is all you have to do over here. You go here and you customize this by using your own HTML and CSS. You can add a header tag, you can add a footer tag, you can add your own body of the content towards the body, and then you do whatever you like. Just let your creativity flow, and that, my guys, my fellow students, is going to be your task for now. Okay, this is your final task, and so make the best use of it. So how should you do this task? So like I explained, go to your own GitHub profile, as in your own GitHub repository, and create a repository in the name of your username. Okay, so I'll walk you through it again. My username is ST Sony Thomas, and in order to create a profile page for yourself, you have to create a repository in your username. In my case, it's going to be ST Sony Thomas itself. And then you also have, without fail, you also have to create a README file in it. And upon the creation of a README file, they'll put some dummy things over here, as in hi there over here. And then using this thing, as in using this README file, you have to use HTML, CSS, or HTML, your basic HTML, in order to create your own customized profile page. That's all you have to do, and this is going to be a final task. And let's see how many beautiful, amazing profiles, exceptional profiles you're going to be coming, that we're going to be seeing in the next few days. Okay, so that's it from TinkerHub MEC. That's it from Minnal GitHub Challenge, and from all of the mentors, representing all of the mentors. Let me say how chill you guys are, how amazing you guys are. You guys are just a blast. And thank you for following us for the past few days, for the past few episodes, and we hope that you have a bright future ahead. And we are looking forward to see all those amazing GitHub profiles that are going to be dropped in the task link that we are provided. So thank you and bye-bye.